ദേഷ്യവും സങ്കടവും ഒരുപോലെ അടക്കി പിടിക്കാൻ കഴിയാതെ സാറ മുറിയിലേക്ക് കയറി വാതിൽ ശക്തിയായി വലിച്ചടച്ചു. ഡാനിയേൽ തളർന്ന മനസ്സോടെ സെറ്റിയിലിരുന്നു. ഒരു കൈ കണ്ണുകൾക്ക് മീതെ അമർത്തിവെച്ച് നിശബ്ദനായിരുന്ന അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ വേദന മുഖത്ത് വ്യക്തമായിരുന്നു. ഷോൺ നിദ്രയോട് മുറിയിലേക്ക് പോകാൻ പറഞ്ഞ ശേഷം പപ്പയുടെ അരികിൽ ചെന്നിരുന്നു. അയാളെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. ഏറെ നേരം പപ്പയുടെ കൂടെ ചെലവഴിച്ച ശേഷമാണ് അവൻ മുറിയിലേക്ക് ചെന്നത്. അപ്പോഴേക്കും നിദ്ര ഉറക്കത്തിലായിരുന്നു. ഫ്രഷായി വസ്ത്രം മാറിയ ഷോൺ അവളുടെ അരികിൽ കിടന്നു. അവളുടെ മൂക്കുത്തിക്ക് മേലെ മൃദുവായി ചുണ്ട് പതിപ്പിച്ചു. മനസ്സിലെ ഭാരങ്ങൾ ഉറക്കത്തിന് വിട്ടുകൊടുത്ത് അവനും പതിയെ നിദ്രയിലേക്ക് വഴുതി വീണു. പിറ്റേന്ന് രാവിലെ മുതൽ സാറ തൻ്റെ പ്രതിഷേധം തുടങ്ങി. മൗനവ്രതവും നിരാഹാരവും അനുഷ്ഠിച്ച് എല്ലാവരെയും സമ്മർദ്ദത്തിലാക്കാൻ അവൾ ശ്രമിച്ചു. എന്നാൽ ഡാനിയേൽ തൻ്റെ തീരുമാനത്തിൽ നിന്ന് ഒരു ഇഞ്ച് പോലും പിന്നോട്ട് പോയില്ലായിരുന്നു. പപ്പയുടെ തീരുമാനത്തിന് മുകളിൽ എനിക്ക് വേറൊരു തീരുമാനമില്ല എന്ന് പറഞ്ഞ് ഷോണും ഒഴിഞ്ഞു മാറി. അതോടെ സാറയുടെ മുഴുവൻ ദേഷ്യവും നിദ്രയുടെ മേൽ പതിക്കാൻ തുടങ്ങി. ഓരോ വാക്കിലും നോട്ടത്തിലും അവളോടുള്ള വെറുപ്പ് പ്രകടമായിരുന്നു. 2 ദിവസം സാറ പിടിച്ചു നിന്നു. 3-ാം ദിവസം രാവിലെ റോണിയുടെ അടുത്തേക്ക് പോവുകയാണെന്നും പറഞ്ഞ് സാറ വീട്ടിൽ നിന്നും ഇറങ്ങി. പോകുന്നതിന് മുൻപ് താൻ പോകുന്ന വിവരം അവൾ ഡാനിയേലിനെ അറിയിച്ചു. ഈ വീട്ടിൽ നിന്നും ഇറങ്ങിയ പിന്നെ ഒരു തിരിച്ചുവരവ് പ്രതീക്ഷിക്കേണ്ട എന്ന് ഡാനിയേൽ അവസാന മുന്നറിയിപ്പ് നൽകി. അതിന് സാറയും ഒട്ടും പതരാതെ മറുപടി നൽകി. നിങ്ങൾ തിരിച്ചു വിളിക്കാതെ ഞാൻ ഈ വീട്ടിലേക്ക് വരില്ല. ഇനി ഞാൻ എൻ്റെ മകൻ്റെ കൂടെ താമസിച്ചോളാം. ഇറങ്ങാൻ നേരം ഷോൺ തൻ്റെ മമ്മിയെ തടയാൻ ശ്രമിച്ചു. പക്ഷെ സാറ അവനെ പുച്ഛത്തോടെ നോക്കി. നീ പോയി നിന്റെ ഭാര്യയുടെ സാരിത്തുമ്പ് പിടിച്ച് നടന്നാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് നിദ്രയെ ദഹിപ്പിച്ചൊരു നോട്ടവും നൽകി അവൾ പടിയിറങ്ങി. സാറയുടെ പടിയിറക്കം നിദ്രയെ വേദനയിലാഴ്ത്തി. ആരും ശ്രദ്ധിക്കാത്ത സമയത്ത് തൻ്റെ കൈവശമുണ്ടായിരുന്ന പണവും സ്വർണവും സാറ നേരത്തെ തന്നെ എടുത്തു വച്ചിട്ടുണ്ടായിരുന്നു. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയ അവൾ ഒരു ഓട്ടോയിൽ കയറി നേരെ ലിയയുടെ വീട്ടിലേക്ക് തിരിച്ചു. സാറയെ കണ്ടപ്പോൾ ഡേസിയുടെ മുഖത്ത് ഒരു തരം തെളിച്ച കുറവ് വിരിഞ്ഞു. മര്യാദക്കായി മാത്രമാണ് അവൾ അകത്തേക്ക് ക്ഷണിച്ചത്. ലിയയുടെ പെരുമാറ്റവും അതിൽ നിന്ന് വ്യത്യസ്തമായിരുന്നില്ല. സാറ റോണിയെ അന്വേഷിച്ചപ്പോൾ കൂടുതലൊന്നും പറയാതെ ലിയ സാറയെ സ്വന്തം മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ കട്ടിലിൽ ഇരുന്നു കൊണ്ട് ആരുമായോ ഫോണിൽ സംസാരിക്കുകയായിരുന്നു റോണി. മുറിയുടെ വാതിൽ പതിയെ തുറന്ന ലിയ അകത്തേക്ക് കയറി. അവളുടെ പിന്നിലായി സാറയും ചെന്നു. പിന്നാലെ ഡേസിയും അങ്ങോട്ട് വന്നു. ഫോണിൽ ആരുമായോ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന റോണി തല ഉയർത്തി നോക്കിയ നിമിഷം തന്നെ അവൻ്റെ മുഖത്തെ ചിരി മാഞ്ഞു. ഒരു നിമിഷം അവൻ അനങ്ങാതെ നിന്നു പോയി. റോണിയെ കണ്ടതും സാറയുടെ കണ്ണ് നിറഞ്ഞു. മമ്മി! വിശ്വസിക്കാനാവാതെ അവൻ പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്ത് എഴുന്നേറ്റു. മമ്മി, മമ്മി എന്താ ഇവിടെ? എന്താ സംഭവിച്ചത്? എന്തിനാ ഇങ്ങനെ കരയുന്നത്? ആ ചോദ്യങ്ങൾ കേട്ടതും സാറയുടെ നിയന്ത്രണം പൂർണ്ണമായി നഷ്ടമായി. കണ്ണുകളിൽ കവിഞ്ഞു നിന്ന കണ്ണുനീർ കവിളിലൂടെ ഒഴുകി. അടുത്ത നിമിഷം അവൾ റോണിയുടെ നെഞ്ചിലേക്ക് വീണു. എടാ മോനെ! കരച്ചിലിനിടയിൽ അവൾ അവനെ മുറുകെ ചേർത്ത് പിടിച്ചു. മമ്മിക്ക് മോനെ കാണാതെ പറ്റില്ലടാ. ഇന്നലെ ഞാൻ നിനക്ക് വേണ്ടി ഒരക്ഷരം പറഞ്ഞതിൻ്റെ പേരിൽ നിന്റെ പപ്പ എന്നെ എല്ലാവരുടെ മുന്നിൽ വെച്ച് തല്ലി. വാക്കുകൾ ഇടറിയപ്പോൾ അവൾ വീണ്ടും പൊട്ടിക്കരഞ്ഞു. ഇപ്പം അങ്ങേർക്ക് ആ പെണ്ണ് മതി. ഞാനോ നീയോ ആരും വേണ്ട. ഇത്രയും വർഷം കൂടെ ജീവിച്ച എന്നേക്കാൾ വില അവൾക്കാണെന്ന്. ആ വീട്ടിൽ എനിക്ക് ഒരു സ്ഥാനവും ഇല്ലടാ. ഓരോ വാക്കും മനഃപൂർവ്വം വേദന നിറച്ചായിരുന്നു സാറ പറഞ്ഞത്. നടന്ന കാര്യങ്ങൾ സ്വന്തം ഭാഗത്തേക്ക് ചായച്ച് അവതരിപ്പിക്കുകയായിരുന്നു അവൾ. റോണിയുടെ മുഖം നിമിഷനേരം കൊണ്ട് വലിഞ്ഞു മുറുകി. കണ്ണുകളിൽ ദേഷ്യത്തിൻ്റെ തീ ആളിത്തുടങ്ങി. സാറയുടെ കണ്ണുനീർ അവൻ്റെ ഉള്ളിലെ പ്രതികാരാഗ്നിയെ വീണ്ടും ആളിക്കത്തിച്ചു. പപ്പ മമ്മി തല്ലിയോ? പല്ലുകൾ ഞെരിച്ചുകൊണ്ട് അവൻ ചോദിച്ചു. സാറ കരഞ്ഞുകൊണ്ട് തല കുനിച്ചു. എനിക്കിനി അവിടെ ജീവിക്കാൻ പറ്റില്ല മോനെ. അതുകൊണ്ടാ എല്ലാം ഉപേക്ഷിച്ച് ഞാൻ ഇങ്ങോട്ട് വന്നേ. ഇനി എൻ്റെ മോൻ്റെ കൂടെ അല്ലാതെ ഞാൻ എവിടെയും പോവില്ല. റോണി മമ്മിയുടെ തോളിൽ മെല്ലെ കൈവച്ച് അവളെ പതിയെ കട്ടിലിൽ ഇരുത്തി. അവൻ്റെ മുഖത്തിപ്പോൾ സങ്കടത്തേക്കാൾ കൂടുതൽ നിറഞ്ഞു നിന്നത് കോപമായിരുന്നു. അരികിൽ നിന്നിരുന്ന ലിയയും ഡേസിയും പരസ്പരം ഒന്ന് നോക്കി. സാറയുടെ വാക്കുകൾക്കുള്ളിൽ മറഞ്ഞു കിടക്കുന്ന കള്ളത്തരം അവർക്ക് വ്യക്തമായി അനുഭവപ്പെട്ടു. ഡേസി മെല്ലെ ലിയയുടെ കൈകളിൽ ഒന്ന് തട്ടി. വാ. ഇരുവരും പുറത്തേക്ക് നടക്കാൻ തുടങ്ങി.
എന്നാൽ ഏതാനും ചുവടുകൾ നടന്ന ശേഷം ലിയ നിൽക്കുകയും വീണ്ടും തിരിഞ്ഞകത്തേക്ക് വരികയും ചെയ്തു. റോണിയെയും സാറയെയും ഒറ്റക്കാക്കാൻ അവൾക്കായില്ല. അവരെന്താണ് സംസാരിക്കുന്നത് എന്നറിയാൻ ലിയ അവിടെ തന്നെ നിന്നു. അപ്പോഴാണ് സാറ തൻ്റെ ബാഗ് തുറക്കുന്നത്. അതിനുള്ളിൽ സൂക്ഷിച്ചിരുന്ന സ്വർണ്ണാഭരണങ്ങളും പണവും എടുത്ത് റോണിയുടെ മുന്നിലേക്ക് നീട്ടിവെച്ചു. ആ കാഴ്ച കണ്ട നിമിഷം റോണിയുടെ കണ്ണുകൾ നിറഞ്ഞു. പക്ഷെ അതിനേക്കാൾ അമ്പരന്നത് ലിയ ആയിരുന്നു. അവളുടെ കണ്ണിൽ ആർത്തി നിറഞ്ഞു. സാറ വിറയുന്ന ശബ്ദത്തിൽ പറഞ്ഞു, മോനെ, ഇതൊക്കെ മമ്മി മോൻക്ക് വേണ്ടി കൊണ്ടുവന്നതാ. തൽക്കാലം ഇത് പണയം വെച്ച് നമുക്കൊരു ഫ്ലാറ്റ് എടുക്കാം. ലിയയുടെ പപ്പയുടെ കൂടെ നീ ഓഫീസിൽ പോയി തുടങ്ങിക്കഴിഞ്ഞാൽ പതിയെ ഇതൊക്കെയും എടുത്തു തന്നാൽ മതി. റോണി ഒന്നും മിണ്ടിയില്ല. അവനത് വാങ്ങിക്കാൻ തോന്നിയില്ല. അവൻ്റെ കണ്ണുകൾ ആ സ്വർണത്തിലല്ല, അവൻ്റെ മമ്മിയുടെ മുഖത്തായിരുന്നു. റാണിയുടെ മൗനം കണ്ട ലിയ മെല്ലെ മുന്നോട്ട് വന്നു. സാറ മുന്നിൽ വെച്ചിരുന്ന സ്വർണവും പണവും എടുത്ത് റോണിയുടെ കൈകളിൽ വെച്ച് കൊടുത്തു. എന്താ റോണി ഇത്? ആൻറ്റി ഇത്ര സ്നേഹത്തോട് കൊണ്ടുവന്നപ്പോൾ എങ്ങനെ മിണ്ടാതിരിക്കുക? ആൻറ്റി പറഞ്ഞത് കേട്ടില്ലേ, ഇതൊക്കെ നിനക്കുള്ളതാന്ന്. നീ ഇത് വാങ്ങിച്ചില്ലെങ്കിലേ ആൻറ്റിക്ക് വിഷമാവല്ലേ? പിന്നീട് അവൾ സാറയുടെ അരികിലേക്ക് ചെന്നിരുന്നു. ആ കൈകൾ രണ്ടും സ്വന്തം കൈകളിൽ ചേർത്ത് പിടിച്ചു. ആൻറ്റിക്കെങ്കിലും ഞങ്ങളോട് സ്നേഹമുണ്ടല്ലോ, അത് മതി. എനിക്കറിയായിരുന്നു ആൻറ്റി ഞങ്ങളെ തനിച്ചാക്കില്ലെന്ന്. ഇനി ആൻറ്റിയെ ഞങ്ങൾ എങ്ങോട്ടും വിടില്ല, അല്ല റോണി? ഇനി ഞങ്ങളുടെ കൂടെ താമസിച്ചാൽ മതി. പുറമേ സാറയോട് സ്നേഹം നടിച്ചുകൊണ്ട് ലിയ പറഞ്ഞു. റോണി ഒരു നിമിഷം ലിയയെ നോക്കി. സാറ ഇതൊന്നും അറിയാതെ ലിയയെ തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. സാറ കൊണ്ടുവന്ന സ്വർണവും പണവും ഉപയോഗിച്ചാണ് റോണിയും ലിയയും നഗരത്തിലൊരു മനോഹരമായ ഫ്ലാറ്റ് സ്വന്തമാക്കിയത്. അധികം വൈകാതെ അവർ അവിടേക്ക് താമസം മാറി. സാറയും അവരുടെ കൂടെ തന്നെയായിരുന്നു താമസം. ദിവസങ്ങൾ ഓരോന്നായി കടന്നുപോയി. ആദ്യമൊക്കെയും സാറയുടെ അഭാവം ഡാനിയലിനെ വല്ലാതെ തളർത്തിയിരുന്നു. എന്നാൽ കാലം പതിയെ ആ മുറിവുകൾ ഉണക്കി തുടങ്ങി. യാഥാർത്ഥ്യവുമായി പൊരുത്തപ്പെടാൻ അദ്ദേഹം ശ്രമിച്ചു. ആ സമയത്തൊക്കെയും അദ്ദേഹത്തിന് ഏറ്റവും വലിയ ആശ്വാസമായത് നിദ്രയും ഷോണുമായിരുന്നു. ഇരുവരും സ്നേഹവും കരുതലും കൊണ്ട് ഡാനിയലിനെ പൊതിഞ്ഞു. നിദ്ര ഡാനിയലിൻ്റെ എല്ലാ കാര്യങ്ങളും ഒരു മകളുടെ ഉത്തരവാദിത്തമായി ഏറ്റെടുത്തു. കൃത്യസമയത്ത് ഭക്ഷണവും മരുന്നും കൊടുക്കും. വസ്ത്രങ്ങൾ അലക്കി ഉണക്കി അയൺ ചെയ്ത് വയ്ക്കും. അദ്ദേഹത്തോടൊപ്പം ഇരുന്ന് വിശേഷങ്ങൾ പങ്കുവെക്കും. ഓഫീസിലെ കാര്യങ്ങൾ ചർച്ച ചെയ്യും. നിദ്രയ്ക്ക് ബിസിനസ്സിൽ താല്പര്യമുണ്ടെന്ന് മനസ്സിലാക്കിയ ഡാനിയൽ ഷോണിൻ്റെ അനുമതിയോടെ നിദ്രയെ റോണിയുടെ പോസ്റ്റിൽ അപ്പോയിൻറ്റ് ചെയ്തു. ബിസിനസ്സിൻ്റെ ഓരോ കാര്യവും അദ്ദേഹം ക്ഷമയോടെ നിദ്രയെ പഠിപ്പിച്ചു. അതോടൊപ്പം തന്നെ ഷോൺ നിദ്രയെ നല്ലൊരു കോളേജിൽ MBAക്കും ചേർത്തു. കൂടെ അഭിയുണ്ട്. കോളേജ് കഴിഞ്ഞാൽ നേരെ ഓഫീസിലേക്ക്. രാത്രി ഡാനിയലിനൊപ്പം വീട്ടിലേക്ക് മടങ്ങും. ആ സമയത്ത് തന്നെയാണ് ഷോണും വീട്ടിലെത്തുക. ഇപ്പോൾ നിദ്ര അത്യാവശ്യം നല്ല രീതിയിൽ പാചകം ചെയ്യാനും പഠിച്ചു കഴിഞ്ഞു. അവൾ അടുക്കളയിൽ കയറുമ്പോഴെല്ലാം സഹായിക്കാം എന്ന പേരിൽ ഷോണും പിന്നാലെ ഉണ്ടാകും. എന്നാൽ സഹായത്തേക്കാൾ കൂടുതൽ അവിടെ നടക്കുന്നത് അവരുടെ കുഞ്ഞു കുഞ്ഞു കളികളും തമാശകളും പ്രണയ നിമിഷങ്ങളുമായിരുന്നു. പലപ്പോഴും അറിയാതെ ഡാനിയൽ ആ രംഗങ്ങളിലേക്ക് കടന്നു വരും. അപ്പോഴൊക്കെ നിദ്ര ഷോണിനെ കൂർപ്പിച്ചൊരു നോട്ടം നോക്കും. എന്നാൽ അതൊന്നും തന്നെ ബാധിക്കാത്തതുപോലെ ഒരു കള്ളച്ചിരിയോടെ നിൽക്കുകയാണ് ഷോണിൻ്റെ പതിവ്. അതെല്ലാം കണ്ടാൽ ഡാനിയലിനും അറിയാതെ ചിരി വരും. ഇപ്പോൾ ഡാനിയൽ ശാലം ശരിക്കും ഒരു കുഞ്ഞു സ്വർഗമാണ്. അതേസമയം റോണിയുടെ കൂടെ പോയ സാറയുടെ ജീവിതം മറ്റൊരു വഴിയിലേക്കാണ് തിരിഞ്ഞത്. സാറയും ലിയയും വീട്ടിൽ നിന്നിറങ്ങിയിട്ട് ഇപ്പോൾ 3 മാസം കഴിഞ്ഞു. ലിയ ഇപ്പോൾ 7 മാസം പ്രഗ്നൻ്റ് ആണ്. ആദ്യമൊക്കെ സാറയ്ക്ക് അവിടെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. റോണിയും ലിയയും പുറത്തേക്ക് പോകുമ്പോൾ സാറയും കൂടെ കൂട്ടുമായിരുന്നു. അവർ നൽകുന്ന സ്നേഹം ആത്മാർത്ഥമായിട്ടാണ് സാറ കരുതിയത്. പക്ഷേ ദിവസങ്ങൾ കഴിയും തോറും എല്ലാം മാറി മറിഞ്ഞു. പുറത്തേക്ക് പോകുമ്പോൾ സാറയെ വീട്ടിലിരുത്തി അവർ 2 പേര് മാത്രം പോകാൻ തുടങ്ങി. ലിയയ്ക്ക് ഇഷ്ടമുള്ള വിഭവങ്ങൾ ഉണ്ടാക്കി കൊടുത്തുകൊണ്ടിരുന്ന സാറയുടെ തലയിൽ ഒടുവിൽ ആ വീട്ടിലെ മുഴുവൻ അടുക്കള ജോലിയും വീട്ടുജോലിയും വീണു. ലിയ ആകട്ടെ എനിക്ക് വയ്യ എന്നും പറഞ്ഞ് മിക്ക സമയവും കിടപ്പിലായിരിക്കും. കൂടെ വീട്ടിലേക്കുള്ള സാധനങ്ങളും പച്ചക്കറികളും വാങ്ങിക്കാൻ പോവേണ്ടത് സാറയാണ്. താഴേക്കും മീതേക്കും നടന്ന് ഇപ്പോൾ അവർക്ക് നടുവും വരാതെയായി. ജോലി ചെയ്ത് തളർന്ന സാറ ഒരിക്കൽ തൻ്റെ വിഷമം റോണിയോട് തുറന്നു പറഞ്ഞു. പക്ഷേ അവൻ്റെ മറുപടി അവളുടെ ഹൃദയത്തിൽ ആഴത്തിൽ മുറിവേൽപ്പിച്ചു. മമ്മിക്കിവിടെ വേറെ എന്ത് പണിയാണുള്ള? ചുമ്മാ ഇരുന്ന് തിന്നുകയും കുടിക്കുകയും ചെയ്യല്ലേ, അതിനിടയിൽ ഇതൊക്കെ ചെയ്താൽ എന്താ? ആ വാക്കുകൾ കേട്ടപ്പോൾ സാറയ്ക്ക് മറുപടി പറയാൻ പോലും കഴിഞ്ഞില്ല.
അതിനു പുറമെ ഡെയ്സിയും ലിനിയും ആ വീട്ടിലെ സ്ഥിരം സന്ദർശകരായി മാറി. അവർ വന്ന അവർക്ക് കൂടിയുള്ള ഭക്ഷണം പാകം ചെയ്ത് വിളമ്പേണ്ടത് സാറ തന്നെയായിരുന്നു. റോണി വീട്ടിലില്ലാത്ത സമയങ്ങളിൽ ലിയയും ഡെയ്സിയും ലിനിയും ഒരുമിച്ചിരുന്ന് സാറയെക്കുറിച്ച് കുറ്റം പറയുക പതിവായി. ചിലപ്പോൾ ലിയ മുഖത്ത് നോക്കി തന്നെ വേദനിപ്പിക്കുന്ന വാക്കുകൾ പറയും. ഒരു വേലക്കാരിയോടെന്ന പോലെയായിരുന്നു സാറയോടുള്ള ലിയയുടെ പെരുമാറ്റം. ഒരിക്കൽ തൻ്റെ കൂട്ടുകാരികൾക്ക് ഇവിടുത്തെ വീട്ടുവേലക്കാരി എന്ന രീതിയിലാണ് സാറയെ ലിയ പരിചയപ്പെടുത്തിയത്. ഒരിക്കൽ അറിയാതെ റോണിയുടെയും ലിയയുടെയും സ്വകാര്യ നിമിഷത്തിനിടയിലേക്ക് സാറ കയറിയെത്തി. അതോടെ ലിയ നിയന്ത്രണം വിട്ടു. അവൾ ദേഷ്യത്തോടെ വായിൽ തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞു. അതിലും കൂടുതൽ സാറയെ തകർത്തത് റോണിയുടെ പ്രതികരണമായിരുന്നു. മമ്മിക്ക് ഡോറിലൊന്ന് തട്ടിയിട്ട് വന്നാൽ പോരായിരുന്നു. ഛേ, ഈ വയസ്സാം കാലത്ത് മമ്മിക്ക് അവിടെ എവിടെയെങ്കിലും അടങ്ങിയിരുന്നാൽ എന്താ? മകന്റെ വായിൽ നിന്ന് ആ വാക്കുകൾ കേട്ടപ്പോൾ സാറയുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു. ഒന്നും പറയാതെ അവൾ നിശബ്ദമായി തിരിഞ്ഞു നടന്നു. പിന്നീട് സാറ തൻ്റെ സ്വർണവും പണവും ആവശ്യപ്പെട്ടപ്പോൾ മറുപടി പറഞ്ഞത് ലിയ ആയിരുന്നു. അതൊന്നും തരാൻ പറ്റില്ല. ആൻറ്റിയുടെ ഇത്രയും നാളത്തെ ചിലവ് നോക്കിയത് ഞങ്ങളല്ലേ. ഒന്ന് തുമ്മി ആശുപത്രിയിൽ പോകണം. രൂപ എത്ര ചിലവായിന്നാ? അല്ലേലും വയസ്സാം കാലത്ത് നിങ്ങൾക്ക് എന്തിനാ സ്വർണവും പണവും? അവിടെ എവിടെയെങ്കിലും അടങ്ങിയിരുന്നാ പോരെ? ലിയയുടെ ഓരോ വാക്കുകളും മുള്ളുപോലെ സാറയുടെ നെഞ്ചിൽ കുത്തിയിറങ്ങി. ഇതൊക്കെ കേട്ടിട്ട് ഒന്നും മിണ്ടാതെ നിൽക്കുന്ന റോണിയെ നോക്കി അവർ തൻ്റെ മുറിയിലേക്ക് നടന്നു. തനിക്ക് തെറ്റ് പറ്റിപ്പോയെന്ന് ഓരോ നിമിഷവും അവർ തിരിച്ചറിയുകയായിരുന്നു. പക്ഷേ അതുകൊണ്ടൊന്നും അവസാനിച്ചില്ല. ഒരു ദിവസം റോണി വീണ്ടും പറഞ്ഞു, മമ്മി കുറച്ച് ദിവസം റബേച്ചയുടെ വീട്ടിൽ പോയി നിൽക്ക്. എത്രയെന്ന് വെച്ചാൽ ഞാൻ തന്നെ നോക്കുന്നേ. എടുത്തു ചാടി ഓരോന്ന് ചെയ്തോളൂ. എന്നെ അന്വേഷിച്ച് മമ്മിക്ക് വരേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? മമ്മി അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ എങ്ങനെയെങ്കിലും അവിടെ കയറി പറ്റിയേനെ. ഇതിപ്പോൾ കുറച്ച് പണവും കൊണ്ട് വന്നിരിക്കുന്നു. ഇനി പപ്പ വിളിക്കുന്ന കരുതി കാത്തിരുന്നിട്ട് കാര്യമൊന്നുമില്ല. സത്യത്തിൽ മമ്മി ഇവിടെ ഉള്ളതുകൊണ്ടേ ഞങ്ങൾക്ക് സ്വന്തമായി എങ്ങോട്ടെങ്കിലും പോവാൻ പോലും പറ്റുന്നില്ല. ഓരോ വാക്കും മൂർച്ചയുള്ള കത്തി പോലെ സാറയുടെ ഹൃദയത്തിലേക്ക് ആഴത്തിൽ തുളച്ചു കയറി. സ്വന്തം മകൻ തന്നെ ഒരു ഭാരമായാണ് കാണുന്നത് എന്ന് തിരിച്ചറിഞ്ഞ ആ നിമിഷം അവളുടെ ഉള്ളം പൂർണ്ണമായും തകർന്നു പോയിരുന്നു. അറിയാതെ അവരുടെ മനസ്സ് ഷോണിലേക്കാണ് ഒഴുകിപ്പോയത്. ഒരിക്കൽ പോലും ഷോൺ തന്നോട് ഇത്തരത്തിൽ സംസാരിച്ചിട്ടില്ല. നിദ്രയെ വേദനിപ്പിക്കുമ്പോൾ തെറ്റ് ചൂണ്ടിക്കാട്ടി ശാസിച്ചിട്ടുണ്ടെങ്കിലും ഒരിക്കലും തന്നെ വേദനിപ്പിക്കുന്ന ഒരു വാക്ക് പോലും അവൻ പറഞ്ഞിട്ടില്ല. ആ ഓർമ്മകൾ മനസ്സിലൂടെ കടന്നു പോയതും സാറയുടെ കണ്ണുകൾ അറിയാതെ നിറഞ്ഞൊഴുകി. ഷോണിനെയും ഡാനിയലിനെയും ആ വീടിനെയും അവിടെ ചിലവഴിച്ച ഓരോ നിമിഷങ്ങളെയും കുറിച്ചുള്ള ഓർമ്മകൾ ഇപ്പോൾ അവൾക്ക് സഹിക്കാനാവാതെ നൊമ്പരമായി മാറിയിരിക്കുന്നു. അവർ തിരികെ തന്നെ വിളിച്ചിരുന്നെങ്കിൽ എന്നവൾ ആത്മാർത്ഥമായി ആഗ്രഹിച്ചു. എല്ലാം മറന്ന് അവരുടെ അടുത്തേക്ക് ഓടിച്ചെല്ലാൻ അവളുടെ ഹൃദയം കൊതിച്ചെങ്കിലും സ്വന്തം തീരുമാനങ്ങളും അഭിമാനവും കുറ്റബോധവും ചേർന്ന് അവളുടെ കാലുകളെ ബന്ധിച്ചു വെച്ചു. അതുകൊണ്ട് തന്നെ അവരിലേക്ക് സ്വയം ചെന്നു ചേരാൻ അവളുടെ മനസ്സ് ഒരിക്കലും അനുവദിച്ചില്ല. പപ്പയെ ധിക്കരിച്ചു പോയതിൻ്റെ പേരിൽ റബീക്കയും സാറയോടും ഒരു അകലം പാലിച്ചു. ആ വീട്ടിൽ ആരോടും മനസ്സ് തുറന്ന് സംസാരിക്കാനാവാതെ എല്ലാം ഉള്ളിലൊതുക്കി സാറ ദിവസങ്ങൾ തള്ളി നീക്കി. അവരുടെ ചിരി മാഞ്ഞു പോയിരുന്നു. കണ്ണുകളിൽ എന്നും പറയാതെ കിടക്കുന്ന ഒരു ദുഃഖം നിറഞ്ഞു നിന്നു. അസുഖം വന്ന ദിവസങ്ങളിൽ പോലും റോണി അവളെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ താല്പര്യം കാണിക്കാറില്ലായിരുന്നു. കുറച്ച് വിശ്രമിച്ചാൽ മാറും എന്നൊരു വാക്കിൽ അവളുടെ വേദനയെ അവൻ അവഗണിച്ചു. അതേസമയം ലിയ പറയുന്നതെല്ലാം ചോദ്യം ചെയ്യാതെ വിശ്വസിക്കുന്ന ഒരാളായി റോണി മാറിക്കഴിഞ്ഞിരുന്നു. ലിയയുടെ വാക്കുകൾ തന്നെയായിരുന്നു അവന് അന്തിമ സത്യം. സാറ പറയുന്ന കാര്യങ്ങൾ കേൾക്കാനോ മനസ്സിലാക്കാനോ അവൻ ശ്രമിച്ചില്ല. പതിയെ പതിയെ ആ വീട്ടിൽ സാറ ഒരു അധികപ്പെട്ടായി മാറി. അവളുടെ സാന്നിധ്യമോ അഭാവമോ ആരെയും ബാധിക്കാത്ത അവസ്ഥ. രാത്രികളിൽ ഉറക്കം നഷ്ടപ്പെട്ട് തലയിണ നനയുന്നവരെ കരയുമ്പോഴും അവളുടെ മനസ്സിൽ ഒരേ ഒരു ചോദ്യം മാത്രം മുഴങ്ങിക്കൊണ്ടിരുന്നു. ഈ ഏകാന്തതയുടെ തടവറയിൽ പെടാൻ വേണ്ടിയാണോ ഞാൻ എല്ലാം ഉപേക്ഷിച്ചു എവിടെ വന്നത്? ആ ചോദ്യം ഓരോ രാത്രിയും അവളുടെ ഹൃദയത്തെ കീറിമുറിച്ചു. അതിനു പുറമെ മറ്റൊരു വേദന അവൾ അതിലും കൂടുതൽ അലട്ടിക്കൊണ്ടിരുന്നു. എന്തുകൊണ്ടാണ് തൻ്റെ മൂത്ത മകൻ ഒരിക്കൽ പോലും എന്നെ അന്വേഷിച്ചു വരാഞ്ഞത്? അടുത്ത നിമിഷം തന്നെ അവൾ സ്വയം ചോദ്യത്തിന് മറുപടിയും കണ്ടെത്തും. നിദ്ര സമ്മതിച്ചു കാണില്ല. അവളായിരിക്കും ഷാണിനെ തടഞ്ഞത്. ആ വിശ്വാസം തന്നെയായിരുന്നു അവൾ സ്വയം ആശ്വസിക്കാൻ കണ്ടെത്തിയ ഏക മാർഗം. സ്വന്തം മകനെ കുറ്റപ്പെടുത്താൻ അവളുടെ മനസ്സ് തയ്യാറായിരുന്നില്ല. അതുകൊണ്ട് തന്നെ എല്ലാ കുറ്റവും ഇന്നും അവൾ നിദ്രയുടെ മേൽ ചാർത്തി. എന്ന് അവൾ അറിയാത്ത ഒരു സത്യമുണ്ടായിരുന്നു. റോണിയുടെ കൂടെ മമ്മി സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ടാവും എന്നാണ് അവൻ കരുതിയത്. സാറയെ അന്വേഷിക്കണമെന്ന് പലതവണ അവൻ്റെ മനസ്സ് പറഞ്ഞിട്ടുണ്ടെങ്കിലും
അവൾ സ്വന്തം ഇഷ്ടപ്രകാരം പോയ ആളാണെന്നും തിരികെ വരാൻ ആഗ്രഹമുണ്ടായിരുന്നെങ്കിൽ ഒരിക്കലെങ്കിലും തന്നെ ബന്ധപ്പെടുമായിരുന്നു എന്നും കരുതി അവൻ സ്വയം പിന്തിരിഞ്ഞിരുന്നു. അതിനിടയിൽ സാറയാകട്ടെ ഓരോ ദിവസവും റോണിയുടെ വീട്ടിൽ ഒറ്റപ്പെട്ടുകൊണ്ടിരുന്നു. ഒരു കാലത്ത് സ്വന്തം തീരുമാനമാണ് ശരിയെന്ന് അഭിമാനിച്ചിരുന്ന ആ യാത്ര എന്ന ജീവിതത്തിലെ ഏറ്റവും വലിയ തെറ്റായിരുന്നുവെന്ന് ഓരോ നിമിഷവും അവൾ തിരിച്ചറിഞ്ഞു. നിദ്രയും ഡാനിയേലും ആ ദിവസത്തെ തിരക്കുകൾക്കൊടുവിൽ കിട്ടിയ ആ ചെറിയ ഇടവേള ആസ്വദിക്കാൻ വേണ്ടി ഷോപ്പിങ്ങിന് ഇറങ്ങിയതാണ്. ഡാനിയേൽ അവൾക്ക് നൽകിയ സാലറി അവൾ കരുതി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് കുറച്ച് രൂപ എടുത്തവൾ ഷോണിനൊരു ബ്രാൻഡഡ് വാച്ച് വാങ്ങിച്ചു. ഏറെ നാളായി അവൾ നോക്കി വെച്ചതായിരുന്നു ആ വാച്ച്. അവൻ്റെ ബർത്ത്ഡേക്ക് സമ്മാനമായി കൊടുക്കാനായിരുന്നു അവൾ അത് വാങ്ങിച്ചത്. ഷോപ്പിംഗ് തുടരുന്നതിനിടയിലാണ് ഒരു കുഞ്ഞു പാവ അവളുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. യഥാർത്ഥ കുഞ്ഞ് കരയുന്നത് പോലെ ശബ്ദമുണ്ടാക്കുന്ന ഒരു പാവ. റിമോട്ടിലെ ബട്ടൺ അമർത്തുമ്പോൾ പാവയിൽ നിന്ന് കുഞ്ഞിൻ്റെ കരച്ചിൽ കേൾക്കും. അവൾക്കെന്തോ ആ പാവ കണ്ടപ്പോൾ വാങ്ങിക്കണം എന്ന് തോന്നി. അതിനാൽ അവൾ അതുകൂടി വാങ്ങിച്ചു. കൂടെ ഷോണിന് വേണ്ടി 2-3 ഷർട്ടും അതിന് ചേർന്ന പാൻറ്റും വാങ്ങിച്ചു. വൈകുന്നേരം പതിവ് പോലെ ഡാനിയലിൻ്റെ ഒപ്പം വീട്ടിലേക്ക് മടങ്ങി. കുറച്ച് സമയത്തിന് ശേഷമാണ് ഷോണും ഹോസ്പിറ്റലിൽ നിന്ന് എത്തിയത്. രാത്രി എല്ലാവരും ഒരുമിച്ച് ഭക്ഷണം കഴിച്ചു. പിന്നീട് ഷോണും നിദ്രയും അവരുടെ ബെഡ്റൂമിലേക്ക് പോയി. ഷോൺ ലാപ്ടോപ്പ് തുറന്ന് ജോലിയിൽ മുഴുകി. ഒരു വശത്തെ കട്ടിലിൽ ചാരിയിരുന്ന നിദ്ര ഫോൺ നോക്കുന്നത് പോലെ നടിക്കുകയായിരുന്നു. പക്ഷേ അവളുടെ മനസ്സ് മുഴുവനും ഒളിപ്പിച്ചു വെച്ച ആ പാവയിലായിരുന്നു. ആരും കാണാതെ അവൾ തലയണയ്ക്കടയിൽ കൈയിട്ട് ചെറിയ റിമോട്ട് പതിയെ പുറത്തേക്കെടുത്തു. പുതപ്പിനിടയിൽ ഷോണിന് കാണാൻ പറ്റാത്ത വിധത്തിൽ ആ കുഞ്ഞു പാവ നേരത്തെ തന്നെ അവൾ ഒളിപ്പിച്ചു വെച്ചിരുന്നു. മുഖത്ത് കുസൃതി നിറഞ്ഞൊരു പുഞ്ചിരി വിരിഞ്ഞു. ഇനി ഒരല്പം ഫണ്ണാവാം മിസ്റ്റർ ആഷോൺ ഡാനിയൽ എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് റിമോട്ടിലെ ബട്ടണിന് മുകളിൽ അവൾ പതിയെ വിരൽ അമർത്തി. അടുത്ത നിമിഷം മുറിയുടെ ഒരു മൂലയിൽ നിന്ന് എന്ന പോലെ കുഞ്ഞിൻ്റെ കരച്ചിൽ മുഴങ്ങി. ലാപ്ടോപ്പിൽ മുഴുകിയിരുന്ന ഷോൺ ഞെട്ടി തല ഉയർത്തി. നിദ്ര, നീ കേട്ടോ? ഫോൺ നോക്കിക്കൊണ്ടിരിക്കുന്ന നിദ്ര നിർവികാരമായി തല ഉയർത്തി. എന്ത് കേട്ടോന്ന്? കുഞ്ഞ് കരയുന്ന ശബ്ദം. കുഞ്ഞോ? ഞാനൊന്നും കേട്ടില്ല. പക്ഷേ ഞാൻ വ്യക്തമായി കേട്ടതാ. ഇച്ചായന് തോന്നിയതാവും. അങ്ങനെ ആവുമെന്ന് കരുതി അവൻ വീണ്ടും ലാപ്ടോപ്പിലേക്ക് തിരിഞ്ഞു. അത് തന്നെയായിരുന്നു നിദ്ര കാത്തിരുന്നത്. വീണ്ടും അവൾ ബട്ടണിൽ അമർത്തി. ഇത്തവണ ശബ്ദം കൂടുതൽ ഉച്ചത്തിലായിരുന്നു. ഷോൺ ഒറ്റയടിക്ക് എഴുന്നേറ്റു. ഇല്ല, ഇത് ശരിക്കും കുഞ്ഞ് കരയുന്നതാ. അവൻ അവളുടെ ഫോൺ പരിശോധിച്ചു. അതിൽ നിന്നല്ല എന്ന് കണ്ടതും അവൻ വാതിൽ തുറന്ന് ഹാളിലേക്ക് നോക്കി. ജനലിലൂടെ പുറത്തേക്കും നോക്കി. ഇതെവിടെ നിന്നാ ഈ ശബ്ദം വരുന്നേ? അവൻ്റെ ആശങ്ക കണ്ട് നിദ്ര ചിരി അടക്കാൻ പാടുപെട്ടു. ഇച്ചായ ഒരു കുഞ്ഞ് കരഞ്ഞാൽ ഇത് അന്വേഷിക്കാനുണ്ടോ? പിന്നല്ലാതെ നമ്മുടെ വീട്ടിൽ കുഞ്ഞില്ലല്ലോ. എന്നാ ചിലപ്പോൾ അടുത്ത വീട്ടിൽ നിന്നായിരിക്കും ഇച്ചായ. എടി, അടുത്ത വീട്ടിൽ നിന്നും ഇത്ര വ്യക്തമായി കേൾക്കുമോ? എന്നാ പിന്നെ ഇവിടെ നിന്നായിരിക്കും. ചിലപ്പോൾ ഇവിടെ നമ്മുടെ ജൂനിയർ ഉണ്ടെങ്കിലോ. ഇച്ചാൻ ഒന്ന് ചെവി വെച്ച് നോക്കിക്കേ, ഇപ്പോഴും കേൾക്കുന്നുണ്ടോന്ന്. നിദ്ര തൻ്റെ വയറിൽ കൈവച്ച് തമാശ രൂപേണ പറഞ്ഞു. അവിടെ ഞാനറിയാതെ ഒരു കുഞ്ഞ് വരില്ല. ഷോൺ അവളെ വല്ലാത്ത ഭാവത്തിൽ നോക്കിക്കൊണ്ട് പറഞ്ഞു. അതിനിടയിൽ നിദ്രയുടെ കൈ അറിയാതെ റിമോട്ടിൽ അമർന്നു. വീണ്ടും അതേ കരച്ചിൽ കേട്ടു. ഇത്തവണ ശബ്ദം കട്ടിലിൽ നിന്നാണെന്ന് തോന്നി. ഷോൺ കണ്ണുകൾ വലുതാക്കി പുതപ്പിലേക്ക് നോക്കി. നിദ്രയുടെ ഉള്ളിൽ ചിരിയും പേടിയും ഒരുമിച്ച് നിറഞ്ഞു. ഷോൺ പുതപ്പ് വലിച്ചു മാറ്റിയതും അതിനിടയിൽ കിടക്കുന്ന കുഞ്ഞു പാവ കണ്ട് ഷോൺ അതിനെ കയ്യിലെടുത്തു. നിത്തു, എന്തായത്? നമ്മുടെ മോളാ. നിദ്രയുടെ പറച്ചിൽ കേട്ട് ഷോൺ അവളൊന്ന് കൂർപ്പിച്ചു നോക്കി. അതിനിടയിൽ പാവ കരഞ്ഞതും അവൻ പാവയെ തിരിച്ചു മറിച്ചു നോക്കി. അതിൻ്റെ എവിടെയും സ്വിച്ച് കാണാഞ്ഞതും ഷോൺ വീണ്ടും നിദ്രയെ നോക്കി. നിദ്ര നേരം റിമോട്ട് ഞെക്കി പാവയെ കരയിപ്പിച്ചു. പിന്നീട് അങ്ങോട്ട് അവൾ പാവയെ കരയിപ്പിച്ചു അവനെ ഇറിറ്റേറ്റ് ചെയ്തു. ഷോൺ പാവയെ നിദ്രയുടെ കയ്യിൽ കൊടുത്ത് ബെഡിൻ്റെ വശം ചേർന്ന് കണ്ണടച്ച് കിടന്നു. നിദ്ര ബെഡിൻ്റെ മറുവശം ചേർന്ന് കിടന്ന് പാവയെ ബെഡിൻ്റെ നടുവിൽ കിടത്തി. അതിനെ കൊഞ്ചിച്ച് സംസാരിച്ചു കൊണ്ടിരുന്നു. അവനിൽ നിന്നും പ്രതികരണമൊന്നുമില്ലെന്ന് കണ്ടതും അവളുടെ മുഖം വാടി. വാവയുടെ പപ്പ പിണങ്ങിയെന്നാ തോന്നുന്നത്. തൽക്കാലം വാവ ഇവിടെ കിടക്ക്, അമ്മ പപ്പയുടെ ദേഷ്യം തീർത്തിട്ട് വരാം. അതും പറഞ്ഞവൾ പാവയെ സൈഡ് ടേബിളിൽ വെച്ച് അവനരികിൽ ചേർന്ന് കിടന്ന് അവൻ്റെ വയറിലൂടെ വട്ടം ചുറ്റി പിടിച്ചു. എന്നെ പറ്റിച്ചല്ലേ, റിസൾട്ട് അറിഞ്ഞിട്ട് നോക്കാമെന്ന് പറഞ്ഞിട്ട് അവൻ്റെ കവളിൽ മുഖം ചേർത്ത് വെച്ചുകൊണ്ട് അവൾ പറഞ്ഞു. അവനിൽ നിന്നും മറുപടി ഇല്ലെന്ന് കണ്ടത് അവൾ അവൻ്റെ മുഖം അവൾക്ക് നേരെ പിടിച്ചു.
അവൻ്റെ മുഖം അവൾക്ക് നേരെ പതിയെ തിരിച്ചപ്പോൾ ഷോൺ മനഃപൂർവ്വം ചുണ്ടുകൾ കൂട്ടിപ്പിടിച്ച് ഗൗരവം അഭിനയിക്കുകയായിരുന്നു. ഇച്ഛായ, നിദ്ര മൃദുവായി വിളിച്ചു. എന്നിട്ടും മറുപടിയില്ലെന്ന് കണ്ടതും നിദ്ര ദേഷ്യത്തോടെ അവൻ്റെ നെഞ്ചിൽ അമർത്തി കടിച്ചു. അപ്പോഴും ഷോൺ വേദന കടിച്ചു പിടിച്ച് നിന്നതല്ലാതെ പ്രതികരിച്ചില്ല. അന്നേരം അവൾ അവൻ്റെ കഴുത്തിലും ഒരു കടി കൊടുത്തു. ഇത്തവണ അവന് വാശിയായി. അവളെ ബെഡിലേക്ക് മലർത്തി കിടത്തി. അവളുടെ കൈയും കാലും ലോക്ക് ചെയ്തു വെച്ചു. നിദ്രയുടെ 2 കൈകളും ഒരുമിച്ച് അവളുടെ തലയ്ക്ക് മീതെ പിടിച്ചു വെച്ചുകൊണ്ട് ഷോൺ അവളുടെ കണ്ണിലേക്ക് നോക്കി. അവൻ്റെ നോട്ടത്തിൽ അവളൊന്ന് വിറച്ചു. മുട്ടോളം വരുന്ന സ്കേർട്ടും ഷർട്ടുമായിരുന്നു അവൾ ധരിച്ചിരുന്നത്. ചുണ്ടുകൊണ്ട് അവളുടെ ഷർട്ടിൻ്റെ 2 ബട്ടൺ അഴിച്ചെടുത്തു. അവൻ ഏറ്റവും പ്രിയപ്പെട്ട മറുകിൽ വേദനിക്കും വിധത്തിൽ അമർത്തി കടിച്ചതും അവളിൽ നിന്നും ആർത്തനാദമുയർന്നു. അവളെ വല്ലാത്ത ഭാവത്തിൽ നോക്കിക്കൊണ്ട് അവൻ അവളിൽ നിന്നും അടർന്നു മാറി ബെഡിൽ എഴുന്നേറ്റിരുന്നതും പിന്നാലെ അവളും എഴുന്നേറ്റു. അവൻ്റെ പിൻകഴുത്ത് നോക്കി അവളൊരു കടി വെച്ച് കൊടുത്തു. ആ! ഷോൺ അറിയാതെ നിലവിളിച്ചു. അവളിലേക്ക് മുഖം തിരിച്ചു ഒരല്പം ദേഷ്യത്തോടെ അവളെ നോക്കിയതും അവൾ നേരിയൊരു പേടിയോടെ ബെഡിലൂടെ പിന്നിലേക്ക് നീങ്ങി. അതിനനുസരിച്ച് അവൻ അവളുടെ അരികിലേക്ക് നീങ്ങി തുടങ്ങി.